Good afternoon all. Good afternoon, Miss. Good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു. വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്ററൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് വായിച്ചു നോക്കി കാണും അല്ലേ? നോട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മിസ്. ഈ ക്ലാസ്സിൽ ഇച്ചിരി പാടായിരിക്കും. കഴിഞ്ഞ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ടുള്ളതല്ല, എങ്കിൽ കൂടി നമുക്ക് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു ട്രാൻസ്പോർട്ടേഷൻ ഒരു രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അല്ലെ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയൊക്കെ ആയതുകൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിന് പകരം നമുക്കറിയാം അവിടെ കുറച്ചും കൂടി കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, അവിടെ ഇത്തിരി കൂടി ട്രീറ്റ്മെന്റ്, നല്ലൊരു ട്രീറ്റ്മെന്റ് ആ രോഗിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ട്രാൻസ്ഫർ ഓഫ് ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി. അതുവരെയല്ലേ പറഞ്ഞു നിർത്തിയത്? അതെ മിസ്. നമുക്ക് നെക്സ്റ്റ് ഭാഗം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കൽ ഇൽ പേഷ്യന്റ്. അതായത് ക്രിട്ടിക്കൽ ആയിട്ട് അല്ലെ എല്ലായിട്ടുള്ള പേഷ്യൻസ് ആവുമ്പോൾ തീർച്ചയായിട്ടും അവര് കുറച്ചും കൂടി കെയർ അല്ലെ കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വിപുലമായ പരിശീലനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വിപുലമായ പരിശീലനത്തിന് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് അത് ഏതൊക്കെ സ്റ്റെപ്പുകൾ അല്ലെ ഏതൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതിനു ശേഷമാണ് ഇവിടേക്ക് എത്തുന്നതെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് വേണം നോക്കാം, ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. അവിടെ കൃത്യമായിട്ട് തന്നെ ഒരു പരിചരണം വേണമെങ്കിൽ ആദ്യം തന്നെ അവര് അല്ലെ ഡോക്ടേഴ്സ് അവിടെയുള്ള പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തണം. എന്റെ പേരിലേ ഫസ്റ്റ് അവർ തമ്മിൽ ഒരു ആശയവിനിമയം നടത്തില്ല, നേരെ തന്നെ അവര് ഓക്കെ നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഞങ്ങളെ റെഫർ ചെയ്ത് അവര് കൈയൊഴിയാണോ ചെയ്യുന്നത്? അല്ല അല്ലെ. അവിടെ കൃത്യമായിട്ട് തന്നെ അവർക്ക് ഇൻഫർമേഷൻസ് വിവരങ്ങളെല്ലാം കൊടുക്കും. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ കുറവാണ്, എത്രയും പെട്ടെന്ന് ഈ സത്യയിൽ എത്തിച്ചേരുക രോഗിയുടെ നില മെച്ചപ്പെടുത്താൻ സാധിക്കും. അതല്ലെങ്കിൽ എന്താണ് അവിടെ ഡയഗ്നോസ്റ്റിക് അല്ലെ ആ രോഗനിർണയം കണ്ടെത്താനുള്ള കൈകാര്യം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പൊ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഡോക്ടർ കൃത്യമായിട്ട് തന്നെ അവിടുത്തെ പേഷ്യന്റിന്റെ റിലേറ്റീവായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തും അല്ലെ. ഫസ്റ്റ്ലി അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നോക്കുക, ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. The decision to shift the patient is the important vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. അവിടെ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പേഷ്യന്റിനെ അവിടെ പരിശീലനത്തിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ റിസ്ക് എടുക്കുന്നില്ലേ? മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ റിസ്ക് എടുക്കേണ്ടി വരുന്നില്ലേ? അത് എക്സ്ട്രാ റിസ്ക് മാത്രമല്ല, അവിടെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് അല്ലെ. മറ്റൊരു തലങ്ങളിലേക്ക് നമുക്കറിയാം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണ് എങ്കിലും അവിടെയുള്ള അല്ലെ ആരോഗ്യ പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തി റിലേറ്റീവ്സിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും അവിടെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ട്രാ റിസ്ക് എടുക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് എക്സ്ട്രാ റിസ്ക് എടുക്കേണ്ടി വരുന്നത്? അവിടെ ആ രോഗിയുടെ ദുർബലാവസ്ഥ കാരണം കൊണ്ടാണ് അല്ലെ, ആ രോഗിക്ക് രോഗം ഭേദമാകാത്ത ഒരവസ്ഥ വരുന്നത് കൊണ്ട്. അതാണ് പറയുന്നത് വൾനറബിലിറ്റി ഓഫ് എക്സ്പോഷർ. അവിടെ ആ രോഗിയുടെ രോഗാവസ്ഥ ദുർബലമായിട്ട് വരുന്നത് കൊണ്ടാണ് ഇത്തരത്തില് പേഷ്യന്റിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ റിസ്ക് എന്താണ് ഡോക്ടേഴ്സ് അവിടെയുള്ള സ്റ്റാഫുകളും റിലേറ്റീവ്സ് ഒക്കെ എടുക്കേണ്ടി വരുന്നത്. Then the decision to transfer the patient is decided by senior consultant level doctor by way of a discussion with the patient's relatives about the benefit and the risk involved. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് എക്സ്ട്രാ റിസ്ക് അല്ലെ കൃത്യമായിട്ട് തന്നെ പേഷ്യന്റിന്റെ റിലേറ്റീവിനോടൊക്കെ സീനിയർ ആയിട്ടുള്ള കൺസൾട്ടന്റ് ഡോക്ടർ കൃത്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പറയും. ഇങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് എത്തും, നിങ്ങൾ എന്തായാലും രോഗിയെ കൊണ്ടുപോകണം അല്ലെ. അത് തീർച്ചയായിട്ടും ഫസ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം. ഇവിടുത്തെ ആ ഒരു ലഭ്യമായ സേവനം കൊണ്ട് രോഗിയുടെ നില മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ആ ഡോക്ടർ തീരുമാനിക്കുകയാണ് നിങ്ങൾ രോഗിയെ കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ. റിലേറ്റീവ്സിനോട് കൃത്യമായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇന്ന റിസ്കുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ രീതിയിൽ എന്തായാലും പക്ഷെ നമ്മൾ കൊണ്ടുപോയേ തീരും. കാരണം രോഗിക്ക് ഇച്ചിരി കൂടി എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ ഇത്രയും എക്സ്ട്രാ റിസ്ക് എടുക്കേണ്ടി വരും. പക്ഷെ രോഗിയുടെ ആവശ്യകത അനുസരിച്ചിട്ട്
ഈ തീരുമാനം നമ്മൾ എടുക്കേണ്ടി വരുമെന്ന് സീനിയർ കൺസൾട്ടന്റ് തീർച്ചയായിട്ടും റിലേറ്റീവ്സിനോട് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യും. ഓക്കെ അല്ലേ? എന്റെ പോയിന്റ് ഓക്കെ അല്ലേ? അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? A written and informed consent the patient relatives along with the reason to transfer is compulsory before the transfer. എന്താണ്? ഇങ്ങനെ വരുന്നതോടൊപ്പം തന്നെ ഇവരോട് ഇൻഫോം ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് അല്ലെ കൃത്യമായിട്ട് തന്നെ കൺസെന്റ്, അതായത് രോഗിയുടെ റിലേറ്റീവ്സിൽ നിന്ന് സമ്മതപത്രം അത് എഴുതി തന്നെ ഒപ്പിട്ടവരെ സ്വീകരിക്കും. നമുക്കറിയാം ഇൻ കേസ് അല്ലെ എന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫക്ട്സുകൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലീഗൽ എവിഡൻസ് കൂടിയാണ് അല്ലെ രോഗിയെ എന്താണ് ഇവരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഡോക്ടറുടെയും കൂടിയും കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷമാണ് രോഗിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു എവിഡൻസ് കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. അതായത് റിട്ടൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് എ പേഷ്യന്റ്സ് റിലേറ്റീവ്സ് അലോങ് വിത്ത് ദ റിസൾട്ട് ടു ട്രാൻസ്ഫർ ഇസ് കമ്പൽസറി ബിഫോർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് കമ്പൽസറി ആയിട്ട് മസ്റ്റ് ആയിട്ടും എന്താണ് റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് സൈൻ ചെയ്ത് സ്വീകരിക്കണം എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്? സമ്മതപത്രത്തിന് ശേഷം direct communication between the shifting and receiving facility should be by sharing of a complete information on the patient's clinical condition, treatment being given, reasons for transfer, method of transfer, and timeline of transfer in a written document. Okay. നമുക്കറിയാം ഒരു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെ എവിടേക്കാണോ കൊണ്ടുപോകുന്നത് അവിടേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കുറെ ഡീറ്റെയിൽസും വേണം അല്ലെ. ഈ രോഗിയുമായി ബന്ധപ്പെട്ട അവർക്ക് ആവശ്യമായിട്ടുള്ള കുറെ ഡീറ്റെയിൽസ് വേണം. ഒരു രോഗി വരുമ്പോൾ ആ രോഗിയുടെ ഹിസ്റ്ററീസ് അല്ലെ എന്ത് രോഗമായിട്ടാണോ വന്നിരിക്കുന്നത്, എവിടെയായാലും ചികിത്സ, അവരുടെ എന്താണ് പാസ്റ്റിൽ ഏതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന മെഡിസിൻസ് അല്ലെ എല്ലാത്തിനെയും കുറിച്ചിട്ട് അവർക്ക് ഒരു അവയർനെസ് വേണം റിസീവിങ് ഏരിയയിലേക്ക് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നെക്സ്റ്റ് ആയിട്ട് എന്താ പറയുന്നത്? ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഷിഫ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് ഫെസിലിറ്റി ഷുഡ് ബി ബൈ ഷെയറിംഗ് ഓഫ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഓഫ് ദ പേഷ്യന്റ് ക്ലിനിക്കൽ കണ്ടീഷൻ അല്ലെ. അവിടെ രോഗിയുമായി ബന്ധപ്പെട്ടുള്ള പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും അതിൽ ഉൾപ്പെട്ടിരിക്കണം. ട്രീറ്റ്മെന്റ് ബിഗിൻ ഗിവൺ അല്ലെ. തീർച്ചയായിട്ടും തുടക്കം മുതൽ എന്താണ് കൊടുത്തത് അല്ലെ, ഇതൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, എന്തുകൊണ്ടാണ് ഈ രോഗി ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്നത് അല്ലെ, എന്തുകൊണ്ടാണ് ഈ രോഗി ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്നത്. മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ, അതായത് ഏത് രീതിയിലാണ് ഈ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിന്റെ ടൈമിൽ ഏത് സമയത്താണ് ഈ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് റിസീവിംഗ് ഏരിയയിലേക്ക് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്ത് അല്ലെ കൊണ്ടുപോകേണ്ടതാണ്. ഈ രോഗിയോടൊപ്പം തന്നെ കൊടുത്തു വിടേണ്ടതാണ്. ഒക്കെയാണോ? ഫസ്റ്റ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഈ പേഷ്യന്റിന് വരുമ്പോൾ. അപ്പൊ അതില് തീർച്ചയായിട്ടും അവരൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നടത്തി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ റിസ്കുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ ഡോക്യുമെന്റ് ഒക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ ഡോക്ടർ ഡിസൈഡ് ചെയ്ത് തരുന്നു. ദെൻ അതിന് ശേഷം എന്താണ് ഒരു കൺസെന്റ് ഫോം അല്ലെ രോഗിയുടെ റിലേറ്റീവിൽ നിന്ന് എഴുതി ഒപ്പിട്ട് മേടിക്കുന്നു. ദെൻ റിസീവിംഗ് ഏരിയയിലേക്കായിട്ടുള്ള ഡീറ്റെയിൽസുകളെല്ലാം അല്ലെ അത് ഡോക്യുമെന്റ് റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് തയ്യാറാക്കുന്നു. ക്ലിയർ ആണോ? അവിടെയൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അതായത് ഓരോന്നിലും അല്ലെ ഒരു ഡിസൈഡ് ആരുടെ സീനിയർ കൺസൾട്ടന്റ് ആണ് അത് ഡിസിഷൻ എടുക്കുന്നത്. റിട്ടേൺ ഡോക്യുമെന്റ് അല്ലെ അത് കമ്പൽസറി ആയിട്ട് ആരിൽ നിന്നാണ് അത് കൈപ്പറ്റേണ്ടി വരുന്നത്? അവിടെ റിട്ടേൺ ആയിട്ടുള്ള അത് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിൽ നിന്ന് സമ്മതപത്രം അവിടെ കൈപ്പറ്റേണ്ടതായിട്ട് വരുന്നു. റിസീവിംഗ് ഏരിയയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് അല്ലെ കൃത്യമായിട്ട് തന്നെ അത് തയ്യാറാക്കേണ്ടതുണ്ട്. ഓക്കെയാണോ? അണ്ടർലൈൻ ചെയ്തോ ചെറിയ ചെറിയ പോയിന്റ്സുകളൊക്കെ? അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കലി പേഷ്യന്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഈ രോഗിയുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് അല്ലെ അവർക്ക് കുറച്ചും കൂടി കെയർ നല്ല ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം രോഗിയെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ ആ ഒരു ആരോഗ്യാവസ്ഥ അതൊന്ന് സന്തുലിതാവസ്ഥയിലാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെ വരെ എത്തുന്ന വരേക്കും അല്ലെ. രോഗം വഷളാവുന്നത് കൊണ്ട് തന്നെയാണ് രോഗിയെ കൂടുതൽ കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ഹോസ്പിറ്റലൊക്കെ പ്രിഫർ ചെയ്തത് അല്ലെ.
അങ്ങനെ വരുമ്പോൾ ഇപ്പോ ഇവിടെ നിന്ന് ഉള്ള ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെ, അവിടെ തീർച്ചയായിട്ടും ആ രോഗിക്കുള്ള ആ ഒരു കണ്ടീഷൻ അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. രോഗിയെ അതിനു വേണ്ടി ഒരുക്കുക എന്നുള്ളത്, ആ ഒരു സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രോഗിയെ സജ്ജമാക്കുക. A proper and a clear preparation and the equilibrium of a patient should be done prior to transfer to prevent any acidic events or deterioration or worsening of the patient's clinical conditions. അതായത് നമുക്ക് രോഗിയെ ഇപ്പൊ നമുക്കറിയാലോ, ചിലപ്പോഴൊക്കെ രോഗിയെ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോ ചിലപ്പോൾ വേണമെങ്കിൽ രോഗിയുടെ ആരോഗ്യനില കൂടുതൽ വഷളാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. ആ മൂവ്മെന്റിൽ അല്ലെ, ചിലപ്പോൾ നമ്മൾ പറയും ആ ഒരു യാത്രയോടുകൂടി ആ രോഗിയുടെ അവസ്ഥ ഇച്ചിരി കൂടി ക്രിട്ടിക്കലായി അല്ലെ, അങ്ങനെയൊക്കെ പറയും. നമുക്കറിയാം ആ ഒരു മൊമെന്റ്, ആ ഒരു പോകുന്ന ആ ഒരു ട്രാൻസ്ഫറിങ് ഉള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രോഗിയുടെ നിലകൾ, ആരോഗ്യ നിലയില് അല്ലെ, അത് വഷളായി വേഴ്സൺ എന്ന് പറയുമ്പോൾ വഷളായി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. കുറച്ചും കൂടി ഡിറ്റോറിയേഷൻ അല്ലെ, എന്തെങ്കിലൊക്കെ പെട്ടെന്നുള്ള ഹെസിറ്റേറ്റ് ഈവെന്റ്സുകളൊക്കെ സംഭവിച്ചു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്താണ് എന്തെങ്കിലും അല്ലെ, പെട്ടെന്ന് എന്തെങ്കിലും രോഗിയുടെ നില വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗിയുടെ രോഗാവസ്ഥ അല്ലെ, ആ രോഗാവസ്ഥ മൂലം രോഗിക്ക് എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഒന്നില്ലെങ്കിൽ രോഗി അധപതിച്ചു പോകാനായിട്ട് അല്ലെ, രോഗാവസ്ഥ ഒന്നും കൂടി വർദ്ധിച്ചു വരാനായിട്ടും രോഗിയുടെ ആരോഗ്യം നല്ല വഷളായി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ the patient should be properly reviewed and balanced to the maximum extent possible without wasting undue time. നമുക്കറിയാം എപ്പോഴും അത് ആ സമയങ്ങളിൽ തീരുമാനം എടുക്കണം അല്ലെ. നമ്മളൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് ആയതുകൊണ്ട് അടുത്ത മൊമെന്റിൽ തന്നെ അവർക്ക് നല്ലൊരു സജ്ജീകരണം കിട്ടേണ്ടതുണ്ട്. നമ്മൾ ഡിലേ ആവുന്നതോറും രോഗിയുടെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സമയത്തിന് തന്നെ കൃത്യമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തി ആ രോഗിക്ക് ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് അല്ലെ, നടപടികളൊക്കെ സ്വീകരിച്ചിട്ട് വേണം രോഗിയെ കൈമാറ്റം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ രോഗിയുടെ ആരോഗ്യനില വഷളായി പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് സമയമെടുത്ത് നമ്മൾ രോഗിയെ കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോഴും സമയത്തിനും പ്രാധാന്യമുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് the patient should be properly reviewed and balanced to the maximum extent possible without wasting undue time. അല്ലെ, അവിടെ ടൈം ഒന്നും വേസ്റ്റ് ആക്കാതെ തന്നെ രോഗിയെ എത്രയും പെട്ടെന്ന് സ്റ്റേബിൾ ആക്കി തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള തീരുമാനങ്ങൾ പ്രിപ്പറേഷൻ ഒക്കെ എടുക്കേണ്ടതുണ്ട്. Then in the course of the preparation, patients A, B, C and D, that is airway, breathing, circulation and visibility should be examined and any connected curable problems should be rectified. Okay, അപ്പൊ നമുക്ക് അറിയാം രോഗിയുടെ ഈ ആരോഗ്യനില അത് വഷളായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗിയെ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് അല്ലെ, ചിലർക്ക് നമുക്കറിയാം ചില പേഷ്യൻസ് എന്താണ് ബ്ലഡുമായി ബന്ധപ്പെട്ടുള്ള ഡിസീസ് ഉള്ള പേഷ്യൻസ് ആയിരിക്കും എമർജൻസി കെയർ ആവാൻ വേണ്ടിയെങ്കിൽ, ചിലർക്ക് റെസ്പിറേറ്ററി പ്രോബ്ലം അല്ലെ, ശ്വാസം തടസ്സം പോലെയുള്ള പ്രോബ്ലംസ് ആയിരിക്കും. മറ്റു ചിലർക്ക് സ്റ്റൊമക്ക് അല്ലെ, എന്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൈ ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. ഓരോ പേഷ്യന്റിനും ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ അവരുടെ സ്റ്റേജ് അനുസരിച്ചിട്ട് അവരുടെ കാറ്റഗറീസ് ചെയ്യുന്നുണ്ട്. ABCD എന്നുള്ള രീതിയിൽ എയർവേ ആയിട്ടുള്ള അതായത് ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട്, അതായത് കൊണ്ടുപോകുമ്പോൾ അല്ലെ, അത് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. എയർവേ ഉണ്ട്, ബ്രീത്തിങ് ഉണ്ട്, സർക്കുലേഷൻ ഉണ്ട്, then D ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ABCD എന്നുള്ള ഒരു ഇത് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് താഴേക്ക് തന്നെ പോവാം. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. രോഗിയുടെ ഈ ഒരു ക്രിട്ടിക്കൽ അവസ്ഥയെ കൈകാര്യം ചെയ്തതിന് വേണ്ടിയിട്ട് തന്നെ രോഗിയെ സെപ്പറേറ്റ് ആയിട്ട് എയർവേ അല്ലെങ്കിൽ ബ്രീതിങ്, നെക്സ്റ്റ് സർക്കുലേഷൻ, ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്നുള്ള രീതിയിൽ രോഗിയെ പ്രത്യേകം തിരിക്കുന്നു. അതായത് രോഗിയുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കും ആ രോഗി എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റിലേക്ക് മറ്റൊരു ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, എന്താ നെക്സ്റ്റ് പറയുന്നത്? Then in this context, the use of a pre-transfer checklist helpful. എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് നമുക്കറിയാം, ഒരു ഫോമാറ്റ് ഉണ്ടാവും അല്ലെ. ആ ഫോമാറ്റിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഓക്കെ ഇന്ന രോഗിയാണ്, ഈ രീതിയിലുള്ള പ്രോബ്ലം ഉള്ള രോഗിയാണ്,
ഈ രീതിയിലുള്ള പ്രോബ്ലം ഉള്ള രോഗിയാണെങ്കിൽ ഇന്ന നടപടികൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലെ. ആ രോഗിക്ക് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മെഡിസിൻസ് എടുത്തിട്ടുണ്ട്, അതിനുവേണ്ട കരുതലുകളെല്ലാം തന്നെ ചെയ്തിട്ടാണ് ഈ രോഗിയെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. പറഞ്ഞിരിക്കുന്നത് എന്നുള്ള പ്രത്യേകമായിട്ടുള്ള പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് അത് ഉപയോഗിച്ചിട്ട് തന്നെ അത് കൈകാര്യം ചെയ്ത് അത് ഫുൾഫിൽ ചെയ്തിട്ടാണ് രോഗിയെ പറഞ്ഞയക്കേണ്ടത്. ഓക്കെ, അത്രയും വരെ ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഭാഗം തുടങ്ങി ഇച്ചിരി ശ്രദ്ധിച്ച് നോക്കാം, പതിയെ പതിയെ നമുക്ക് പോവാം. ഓക്കെ, എയർവേ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് നോർമലി നമുക്കൊരു ശ്വാസം അല്ലെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. ഏത് രോഗിക്കാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ശ്വാസോച്ഛ്വാസം നിലനിർത്തി കൊണ്ടുപോയിട്ട് വേണം അല്ലെ. അവർക്ക് ചിലപ്പോ സെൽഫായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത രോഗികൾ ഉണ്ടാവാം അല്ലെ. ക്രിട്ടിക്കലി സ്റ്റേജസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ആ രോഗിയെ തരഞ്ഞിരിക്കുന്നത്. The patients with the possibility of airway compromise in the course of a transfer should be actively intubated with the endotracheal tube with a cuff which should be fixed properly after verifying its exact position. അതായത് ഈ രോഗിക്ക് നേരാവണ്ണം എടുക്കാൻ പറ്റാത്ത രോഗി, ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജസ് ഉള്ള പേഷ്യന്റ് ആണ് അല്ലെ. അബോധാവസ്ഥയിലൊക്കെ സ്വന്തമായിട്ട് രോഗിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു പേഷ്യന്റ് ആണ് എങ്കിൽ അവർക്ക് ശ്വാസം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഉള്ള ഒരു ട്യൂബ് അല്ലെ, അതൊരു ETT എന്നുള്ളതാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. എൻഡോട്രാക്കിയൽ ട്യൂബാണ് ആ ട്യൂബ് അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ ഓപ്പൺ എയർവേ വഴി നമ്മുടെ വായുവിലൂടെയൊക്കെ ശ്വാസനാളത്തിലേക്ക് കടത്തിവിടുന്നതാണ്. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ETT അല്ലെ, എൻഡോട്രാക്കിയൽ ട്യൂബ് ഫിക്സ് ചെയ്തുള്ള രോഗിയാണ് എങ്കിൽ അത് കൃത്യമായിട്ടുള്ള പൊസിഷനിലാണോ ആ ട്യൂബ് കിടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഈ ട്യൂബിലൂടെയുള്ള ശ്വാസത്തോടും കൂടിയിട്ടുള്ള പേഷ്യന്റ് ആണ് എങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ പ്രോപ്പർലി അല്ലെ അത് കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് ഷുഡ് ബി ഫിക്സ്ഡ് പ്രോപ്പർലി ആഫ്റ്റർ വെരിഫൈങ് മീൻസ് എക്സാക്ട് പൊസിഷൻ, കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലാണ് എൻഡോട്രാക്കിയൽ ട്യൂബ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നോട്ടിഫൈ ചെയ്യണം. Then some patients need a properly placed nasogastric tube in order to prevent aspiration of a gastric content during transfer. അതായത് ചിലരൊക്കെ ഫുഡൊക്കെ അല്ലെ സമയത്തേ കഴിക്കാൻ പറ്റാത്ത അബോധാവസ്ഥയിലുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഭക്ഷണം എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? അവർക്കൊക്കെ വായിലൂടെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാവാം. ഓക്കെ, ട്യൂബ് വഴിയായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ട്യൂബ് വഴിയാണ് മെഡിസിനും ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത്തരം പേഷ്യൻസിന്റെ ആ ട്യൂബുകൾ കൃത്യമായിട്ടുള്ള പൊസിഷനിലാണ് കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് എൻഡോട്രാക്കിയൽ ട്യൂബ് യൂസ് ചെയ്യുന്നവരുണ്ടാവാം. ഭക്ഷണവും മെഡിസിനൊക്കെ അല്ലെ അതും എന്താണ് സമയത്തേ എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് നാസോഗാസ്ട്രിക് ട്യൂബിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും അത് ലഭ്യമാക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള പൊസിഷനിലാണോ എന്ന് ഉറപ്പുവരുത്തണം. എന്താ പറയുന്നത്, the cervical spine stabilization may be needed in some trauma patients. ചിലർക്കെങ്കിലും നട്ടെല്ലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലെ പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവും. ഡിസ്കുകളൊക്കെ തെറ്റി അല്ലെ അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസുകൾ ഉണ്ടാവാം. അവരുടെ ഡിസ്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർജിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ഒക്കെ ഉണ്ടാവും. അതും കൃത്യമായിട്ടുള്ള പൊസിഷനിൽ തന്നെയാണോ അല്ലെ. നട്ടെല്ലൊക്കെ ഈ ഒരു ട്രാൻസ്ഫറിന്റെ സമയത്ത് അതെല്ലാം കൃത്യമല്ലാത്ത പൊസിഷനിലാണെങ്കിൽ തന്നെ ഒന്നുകൂടി ഡിസ്ക് തെറ്റി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സപ്പോർട്ടീവോട് കൂടിയിട്ടുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ടുള്ള പൊസിഷനിലാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എയർവേ എന്നുള്ള ഒരു കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന്റെ കാര്യം ഒക്കെയാണ്. ക്ലിയർ അല്ലേ? ഒക്കെയാണ്. നിങ്ങൾ ഇതൊക്കെ മാർക്ക് ചെയ്ത് പോണം. ETT എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബ്രീത്തിങ്. ഓക്കെ, ചിലർക്ക് ഈ പറഞ്ഞോളം നേരവണ്ണൊക്കെ ശ്വാസം എടുക്കാനൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ ശ്വാസം എടുക്കും. പക്ഷെ അവരെ കറക്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ഇതിലല്ല റേറ്റിലല്ല ചിലപ്പോ എന്താണ് ശ്വാസം എടുക്കുന്നത്. നമുക്കറിയാം
ഒരു നിശ്ചിത അളവ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ വേണം, നിശ്ചിത അളവ് ഓക്സിജൻ സ്വീകരിക്കുകയും വേണം അല്ലെ. അത് കറക്റ്റ് ഉള്ള റെസ്പിറേറ്ററി റേഷ്യോ അത് കറക്റ്റ് അല്ല എങ്കിലും പ്രോബ്ലം തന്നെയാണ്. അപ്പൊ രോഗിക്ക് നമുക്കറിയാം ശ്വാസം മുട്ടൊക്കെ വരാനായിട്ട് അല്ലെ, ആ ഒരു പോകുന്ന മുറയ്ക്ക് തന്നെ രോഗിക്ക് രോഗം കൂടാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ബ്രീതിങ് എന്ന് പറയുമ്പോൾ the ventilation should be sufficiently regulated with the optimization of the atrial blood gas value. In the suspected pneumothorax, chest drain should be installed before transfer, especially before air transport. Okay, our arterial blood gas values. ഒരു ABG എന്നുള്ള ഒരു ഷോർട്ട് ഫോമും കൂടി അവിടെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ബ്രാക്കറ്റിൽ കൊടുക്കുക ABG, arterial blood gas values. ഓക്കെ, അതായത് നമ്മള് സാധാരണയായിട്ട് ശ്വാസം എടുക്കുമ്പോൾ നമുക്കൊരു അറിയാം ഒരു നിശ്ചിത അളവുണ്ട് അല്ലെ. ഓക്സിജൻ ഒരു 75 to 100 വരെ, അങ്ങനെ അതേമാതിരി തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന ഒരു അളവും കൂടെ ഉണ്ട് അല്ലെ. 35 to 45 mg, അത് ആ ഒരു അളവിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കണം അല്ലെ. കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാനായിട്ട് നിശ്ചിത അളവിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമാണ്, നിശ്ചിത അളവിലുള്ള ഓക്സിജൻ അല്ലെ വലിച്ചെടുക്കാനുള്ള ശേഷി ഇല്ലെങ്കിലും പ്രശ്നമാണ് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഇങ്ങനെയുള്ള ബ്രീതിങ് പ്രോബ്ലം ഉള്ള പേഷ്യൻസിനെ അത് കൃത്യമായിട്ട് തന്നെ പരിശോധിച്ച് നോക്കണം. എന്താണ് നമുക്കറിയാം, എന്താണ് അതിന്റെ അല്ലെ പൾസ് ഓക്സിമീറ്റർ ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള പേഷ്യൻസിന്റെ കൃത്യമായിട്ടുള്ള ഓക്സിജൻ വലിച്ചെടുക്കാൻ ശേഷിയുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇവരെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാൻ പാടുള്ളൂ അല്ലെ, മറ്റൊരു പ്ലേസിലേക്ക് പറഞ്ഞേക്കാൻ പാടുള്ളൂ. അതേമാതിരി തന്നെ എന്താ suspected pneumothorax, chest drain should be installed. Pneumothorax എന്ന് പറയുന്നത് നിങ്ങൾ ആർട്ടിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസിന്റെ അബ്രിവേഷൻ എഴുതിയില്ലേ, ABG അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം pneumothorax. ഓക്കെ, അതായത് നമുക്കറിയാം നമുക്ക് ഒരു നെഞ്ചിനും അല്ലെ ആ ഒരു ശ്വാസകോശത്തിനും ഇടയിലുള്ള സ്ഥലത്തിൽ വായു ഒക്കെ വന്ന് അടിയാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ന്യൂമോണിയ ഒക്കെ വരുന്നത് എന്താണ്, കൂടുതൽ ഇത്തരത്തിലുള്ള എയർ എന്താണ് അതിനിടയിൽ ആ നെഞ്ചിന്റെയും അതിന്റെ ഇടയിൽ നമുക്കറിയാം അത് പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അതിന്റെ ഇടയിൽ അത് തിങ്ങി നിൽക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ദ്രാവകങ്ങളൊക്കെ അടിഞ്ഞു കൂട്ടുമ്പോഴും എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംശയാസ്പദമായിട്ടുള്ള രോഗികളാണ് എങ്കിൽ ചെസ്റ്റ് ഡ്രെയിൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ്. അതായത് ഇത്തരത്തിലുള്ള ഈ അടിഞ്ഞു കൂടിയിരിക്കുന്ന വായു ദ്രാവകങ്ങളെല്ലാം വലിച്ചെടുത്ത് പുറന്തള്ളാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്. അത് മസ്റ്റായിട്ട് ഇത്തരത്തിലുള്ള രോഗികളിൽ ഫിറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ, എസ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്പോർട്ട്. ഇൻ കേസ് എയർ ട്രാൻസ്പോർട്ടിലാണ് ഈ വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ടും ഇത് എന്താണ് ഈ ചെസ്റ്റ് ഡ്രെയിന് അവിടെ മസ്റ്റായിട്ടും തന്നെ ഫിക്സ് ചെയ്തിട്ട് വേണം ഈ രോഗിയെ എന്താണ് എയർ ട്രാൻസ്പോർട്ടിലേക്ക് ആ മാർഗം ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള രോഗികൾ അതായത് ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അബോധാവസ്ഥയിൽ ശ്വാസം ഇങ്ങനെ എൻഡോട്രാക്കൽ ട്യൂബ് വഴി വലിച്ചെടുക്കുന്ന പേഷ്യൻസ് അല്ലാതെ അവര് സാധാരണ രീതിയിൽ ഓക്സിജൻ എടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റി അല്ലെ അതിന്റെ അളവ് വേരിയേഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല നമുക്കറിയാം ന്യൂമോത്രാക്സ് പോലെയുള്ള രോഗികളാണ് എങ്കിൽ അവരെ ചെസ്റ്റ് ഡ്രെയിൻ ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ രോഗികളെ മറ്റൊരു പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് എയർ ട്രാൻസ്പോർട്ട് വഴിയാണ് രോഗിയെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് ചെസ്റ്റ് ഡ്രെയിൻ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ. ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം എയർവേയും ബ്രീത്തിങ്ങും. ാണോ? അടുത്തൊരു ഭാഗം നോക്കാം. ചില പേഷ്യൻസ് അല്ലെ മറ്റു രീതിയിലും പേഷ്യൻസിന് നമുക്ക് മെഡിസിൻ ഒക്കെ ഈ പറഞ്ഞോളാം ഞരമ്പിലൂടെ ഒക്കെ കൊടുക്കുന്ന രോഗികളുണ്ടാവും അല്ലെ. അവർക്ക് വായിലൂടെ ഒക്കെ കഴിക്കാൻ പറ്റാത്ത നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ്
അവിടെ ട്യൂബിട്ട് കൊടുക്കുന്നവരുണ്ട്, അതല്ലാതെ തന്നെ ഇഞ്ചക്ട് ചെയ്ത് അല്ലെ ഞരമ്പിലൂടെ എന്താണ് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്ന രോഗികളും ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രോഗികളുടെ അത്തരത്തിലുള്ള കാറ്റഗറീസ് ചെയ്തിരിക്കുന്ന രോഗികളാണ് എങ്കിൽ ആ ഒരു രോഗികളുടെ കാര്യത്തിനെ കുറിച്ചാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. നമുക്ക് സർക്കുലേഷൻ, രക്തപരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. The patient should have at least 2 wide or intravenous working canals in place before shifting. അതായത് കാനൽ വഴിയാണ് ഈ മെഡിസിൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ കയറ്റേണ്ട പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം കാനൽസ് അല്ലെ, അത് എപ്പോഴെപ്പോഴും ഇഞ്ചക്ട് ചെയ്ത് എല്ലാവരും കയറ്റുള്ളൂ അല്ലെ. അവിടെ കാനൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും, അതിലൂടെയായിരിക്കും പുഷ് ചെയ്ത് ഇത്തരത്തിലുള്ള മെഡിസിൻസും അല്ലെ ഇതെല്ലാം കയറ്റി കൊടുക്കുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ ഒരു എക്സ്ട്രാ ഒരു കാനൽസും കൂടി അവിടെ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും രക്തഞരമ്പിലൂടെ അത് കൃത്യമായിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മറ്റൊരു കാനൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. Okay, the patient should have at least 2 wide broad intravenous working canals in place before shifting. External hemorrhage, if any, should be regulated, controlled, and any shock should be treated with the intravenous fluid and or vasopressors. Okay, അത് മാത്രമല്ല നമുക്കറിയാം ചിലപ്പോൾ ഡിസ്റ്റർബ് അല്ലെ ഭയങ്കര പെയിനൊക്കെ ആയിട്ട് അതല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവര് ഒരു മയങ്ങിക്കിടക്കുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ രോഗികളെ കൊണ്ടുപോകേണ്ട ആവശ്യകത ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവർക്ക് ഈ മെഡിസിൻ ഒക്കെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ കാൻവാസിലൂടെയാണ്. അവിടെ എന്തെങ്കിലും രീതിയിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാലും പ്രോബ്ലം ഉണ്ടാവും അല്ലെ. അവര് എന്താണ് ആ പെയിൻ വരുന്ന ടൈമിലേക്കൊക്കെ അത് റിക്കവർ ചെയ്ത് അവരുടെ ബോധാവസ്ഥയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെ മാനസികമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ റിക്കവർ ചെയ്യുന്ന ടൈമിനുള്ളിലേക്ക് തന്നെ എന്താണ് അവർക്ക് മെഡിസിൻസ് ആ ടൈമിൽ കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ മസ്റ്റായിട്ടും ഇത്തരത്തിലുള്ള കാനൽസ് രണ്ടെങ്കിലും കൃത്യമായിട്ട് തന്നെ ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. Then the availability of a cross-matched blood may be needed in the course of the transport. കേസ് നമുക്കറിയാം ക്രോസ് അല്ലെ ബ്ലഡിന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനുള്ള പേഷ്യന്റ് ആണ് എങ്കിൽ ക്രോസ് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് കൂടി കൃത്യമായിട്ട് തന്നെ കരുതിയിട്ട് വേണം ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ, സർക്കുലേഷൻ ഓക്കെ ആയോ? ഓക്കെ ആണോ? പിന്നെ അടുത്തത് ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. അതായത് എന്തെങ്കിലും അല്ലെ ന്യൂറോ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഞരമ്പുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസുകൾ ഉണ്ടാവാം. അവരെയും ഇങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റി അല്ലെ കൂടുതൽ സൗകര്യമുള്ള പേഷ്യൻസ് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യകത ഉണ്ടാവാം. അത്തരത്തിലുള്ള രോഗികളിൽ പേഷ്യൻസ് വിത്ത് ഹെഡ് ഇഞ്ചുറി should have their Glasgow Coma scale adequately monitored and recorded in the document before and in the course of a transfer and before the administration of any sedative or paralytic agent. ഓക്കെ, നമുക്കറിയാം എന്തെങ്കിലും പെട്ടെന്നൊരു ഇഞ്ചുറീസ് അല്ലെ എന്തെങ്കിലുമൊക്കെ അപകടമൊക്കെ സംഭവിച്ച് അതല്ലെങ്കിൽ നമുക്കറിയാം അല്ലെ എന്തെങ്കിലും ബോധക്ഷയം എന്തെങ്കിലും പെട്ടെന്ന് അല്ലെ തലയിലെ ഞരമ്പുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ അല്ലെ കുറഞ്ഞു പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ വരുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ അല്ലെ GCS കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്ത് പോവുക. അത് കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യണം അല്ലെ. അത് നിരീക്ഷിച്ചുകൊണ്ട് പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു കോമ സ്കെയിൽ നിരീക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ കണ്ണു തുറക്കാൻ പറ്റുന്ന ശേഷി അതല്ലെങ്കിൽ ചലിപ്പിക്കാൻ പറ്റുന്ന അല്ലെ കൂടി അനക്കാൻ പറ്റുന്നുണ്ടോ അതിലേക്ക് ആ ഒരു സ്കെയിലാണ് അവരെ പരിശോധിക്കുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും രോഗിക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ചെയ്യുന്നതിന്റെ ഇടയ്ക്കും അല്ലെ അവിടെ കൃത്യമായിട്ട് എന്തെങ്കിലും സെഡേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട അവസ്ഥകളാണെങ്കിൽ കൂടി അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ ഗ്ലാസ്ഗോ കോമ സ്കെയില് അഡിക്വേറ്റ് ആയിട്ട് നിരീക്ഷിച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യൻസ് ആയിട്ട് ബന്ധപ്പെടുന്ന പേഷ്യൻസ് ആണ് എങ്കിൽ ഗ്ലാസ്ഗോ കോമ സ്കെയില് അതിന്റെ സഹായത്തോട് കൂടിയിട്ട് മോണിറ്റർ ചെയ്തിട്ടായിരിക്കണം ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. The patient should be protected from cold by providing suitable blankets apart from the above pre-transfer checklist.
On the day transfer itself, all the basic investigation should be performed to reflect the present condition of the patient. ഓക്കെ, നമുക്കറിയാം ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെ ആ പേഷ്യന്റിന്റെ എല്ലാ തരത്തിലുള്ള ബിപിയും കാര്യങ്ങളൊക്കെ അവർ ചെക്കപ്പ് ചെയ്യും അല്ലെ. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യണതിന്റെ ഒപ്പം തന്നെ കൂടുതൽ തണുപ്പൊക്കെ അനുഭവപ്പെടുന്ന അല്ലെ അവർക്ക് അത് ജീവിക്കാൻ പറ്റാത്ത പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് അതനുസരിച്ചിട്ടുള്ള ബ്ലാങ്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അതേമാതിരി തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തി പ്രസന്റ് കണ്ടീഷൻസ് ഒക്കെ അതെല്ലാം റെക്കോർഡ് ചെയ്തതിനു ശേഷം മാത്രമാണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന് ഡിസിഷൻ എടുക്കുന്നു, നെക്സ്റ്റ് പേഷ്യന്റിനെ കൊണ്ടുപോകാൻ അല്ലെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കുന്നു. അങ്ങനെ പേഷ്യന്റിനെ ഒരുക്കുമ്പോൾ പേഷ്യന്റിന്റെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് പേഷ്യന്റിനെ റെഡി ആക്കണം അല്ലെ. എയർവേയുമായി ബന്ധപ്പെട്ട പേഷ്യന്റ് ആണെങ്കിൽ, ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട പേഷ്യന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ സർക്കുലേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ പോകുന്ന ടൈമിലൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കേണ്ട തരത്തിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ, ഡിസബിലിറ്റി ഒക്കെ വരുന്ന ഉള്ള അല്ലെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കരുതലോട് കൂടിയിട്ടാണ് പേഷ്യന്റിനെ പറഞ്ഞിരിക്കാൻ പാടുള്ളൂ. ഓക്കെ, സർക്കുലേഷൻ ഒന്നുകൂടി പറയാം. ഓക്കെ, രക്തചംക്രമണം അല്ലെ, അതാണ് നമുക്കറിയാം രക്തത്തിന്റെ ആ രക്തത്തിന്റെ ഉള്ളിൽ കൂടെയുള്ള പാസേജ് അല്ലെ. അപ്പൊ അവിടെ എന്താണ് ശരിക്കും രോഗിയെ മാറ്റുന്നതിന് മുമ്പ് തന്നെ അല്ലെ രോഗിക്ക് പറഞ്ഞത് 2 വിശാലമായിട്ടുള്ള വർക്കിംഗ് ക്യാൻവാസ് വേണമെന്നാണ്. അതായത് നമുക്കറിയാം ഞരമ്പിലൂടെയാണ് നമ്മൾ പുഷ് ചെയ്ത് അല്ലെ ആ ബ്ലഡിലൂടെയാണ് രോഗിക്ക് മെഡിസിൻ കൊടുക്കുന്നത് എങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ട് 2 കാൻവാസ് മസ്റ്റായിട്ട് തന്നെ അതിനുവേണ്ടി മുൻകരുതലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം അല്ലെ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരെണ്ണത്തില് എന്തെങ്കിലും ഹെമറേജ് അല്ലെ എന്താണ് ബാഹ്യ രക്തപ്രവാഹം അല്ലെ രക്തസ്രാവം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ പുഷ് ചെയ്യാൻ പറ്റില്ല. പുഷ് ചെയ്യാൻ പറ്റുമോ? ഞരമ്പിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ അവിടെ ഒരു ഇൻ കേസ് ആ ഞരമ്പിലൂടെ ഫ്ലോ ചെയ്യുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ് എങ്കിൽ മറ്റൊരു കാനലിൽ കൂടെ മാത്രമാണ് രോഗിക്ക് മെഡിസിൻസ് എന്തെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് the patient should have at least 2 wide or intravenous working canvas in place before shifting. ഷിഫ്റ്റിന് മുമ്പ് തന്നെ 2 തരത്തിൽ 2 intravenous canvas ഫിറ്റ് ചെയ്യണം. അതിന് കാരണം എന്താ? എക്സ്റ്റേണൽ ഹെമറേജ് അല്ലെ എന്തെങ്കിലും ബാഹ്യ രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ ഒന്നിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഷുഡ് ബി റെഗുലേറ്റഡ് കൺട്രോൾ, അതിപ്പോ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടതുണ്ട്. ആൻഡ് എനി ഷോക്ക് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഇൻട്രാവെനസ് ഫ്ലൂയിഡ് ആൻഡ് ഓർ വാസോപ്രസേഴ്സ്. അപ്പൊ നമുക്കറിയാം വാസോപ്രസേഴ്സ് എന്ന് വെച്ചാൽ ഞരമ്പിലൂടെ തന്നെ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ എന്താണ് മറ്റൊരു കാനൽ ഉപയോഗിച്ചിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു കാനലിലെ രക്തസ്രാവം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും സാധിക്കും. മറ്റൊരു കാനൽ ഉപയോഗിച്ചിട്ട് തന്നെ അവർക്ക് സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. The availability of cross-matched blood may be needed in the course of transport. ബ്ലഡും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട വ്യക്തികളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ മാച്ച് ആയിട്ടുള്ള ബ്ലഡ് അവിടെ എത്തുന്നവരേക്കും ആവശ്യമായിട്ടുള്ള ബ്ലഡൊക്കെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. മോഡ് ഓഫ് ട്രാൻസ്ഫർ നോക്കാം. അതായത് നമുക്ക് ഏത് മാർഗം ഉപയോഗിച്ച് രോഗിയെ കൊണ്ടുപോകാം എന്നുള്ളത് അല്ലെ. നമ്മൾ കണ്ടു പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട് അല്ലെ. എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, ലാൻഡ് ട്രാൻസ്പോർട്ട് ഒക്കെ ഉണ്ട് അല്ലെ. നമുക്ക് two most commonly employed method of transfer of patient are ground transport by including ambulance and mobile intensive care unit MICU. Yes, okay, and air transport including helicopter or aeroplane ambulances.
രണ്ടേ രീതിയിലുള്ള ട്രാൻസ്പോർട്ടിംഗ് ആണ് ഉള്ളത്. ഒന്ന് എന്താണ് നമ്മുടെ ലാൻഡ് മാർഗം അല്ലെ, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്, ഭൂഗർഭ ട്രാൻസ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ടിങ്ങും അതേപോലെ തന്നെ എയർ ട്രാൻസ്പോർട്ടിങ്ങും. എയർ ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ പെടാം? ഹെലികോപ്റ്ററും എയറോപ്ലെയിനൊക്കെ അല്ലെ, ആ രീതിയിലുള്ള സജ്ജീകരണത്തോടു കൂടിയുള്ള ആംബുലൻസ് സർവീസുകളാണ്. എന്താണ് ലാൻഡ് മാർഗം ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ആംബുലൻസ്, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റുകളൊക്കെ പോലെയുള്ള ആംബുലൻസുകൾ അല്ലെ, ക്രിട്ടിക്കലായിട്ട് ഇച്ചിരി കൂടി സജ്ജീകൃതമായിട്ടുള്ള ആംബുലൻസുകളുണ്ട്. അതേമാതിരി തന്നെ നോർമലി വലിയ മോണിറ്ററിംഗ് മെഷീനും അല്ലെങ്കിൽ അസിസ്റ്റന്റ് പേഴ്സൺസ് ഒന്നും ഇല്ലാത്ത സാധാരണ രീതിയിലുള്ള ആംബുലൻസ് സർവീസുകളുണ്ട് അല്ലെ. പലതരത്തിലുള്ള അങ്ങനെ ലാൻഡ് മാർഗം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എയർ ട്രാൻസ്പോർട്ട് അല്ലെ, വായുമാർഗം ഉപയോഗിച്ചിട്ടും രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, അതില് വീണ്ടും ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് പറയുന്നുണ്ട്. ഇവിടെയും MICU അല്ലെ, അതും അണ്ടർലൈൻ ചെയ്ത് പോവുക. പിന്നെ ഏതൊക്കെ രീതിയിലുള്ള ട്രാൻസ്പോർട്ട് ഉണ്ട് അല്ലെ, എയർ ട്രാൻസ്പോർട്ടും ലാൻഡ് ട്രാൻസ്പോർട്ടും ഉണ്ട്. നോക്കാം എന്താണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. കണ്ടിന്യൂ ചെയ്ത് പോകാലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസസ് ആർ യൂസ്ഡ് ഇൻ ദിസ് മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ഓക്കെ, എടുത്തു പോകാലോ. അല്ലേ, ഇവിടെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ശരി, ടഫുള്ളതായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, സമയമുണ്ട്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. അവിടെ MICU എന്നാക്കി പോകട്ടെ. ഓക്കെ അല്ലേ, നോക്കാം. പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല. അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൽ നമ്മൾ കണ്ടു. ഇനി എന്താണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസസ് ആർ യൂസ്ഡ് ഇൻ ദിസ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെ. അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ആംബുലൻസ് സർവീസുകളാണ് കൃത്യമായിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. എന്താണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുമ്പോൾ? അതായത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ എടുത്ത് പറയുന്നില്ല. ബേസിക് ആയിട്ട് അല്ലെ നോക്കാം. These ambulance are conditioned with adequate staff and monitoring devices to shift patients without life-threatening conditions, and these can only provide a basic life support service. അതായത് വലിയ അപകടകരമല്ലാത്ത രോഗികൾ അല്ലെ, വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ്, വലിയ അപകട ഭീഷണിയുള്ള രോഗികളല്ല അല്ലെ, ഭയങ്കര വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നല്ല, വലിയ അപകട ഭീഷണി ഇല്ലാത്ത രോഗികളാണ് എങ്കിൽ അവർക്ക് ബേസിക് ലൈഫ് സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ അല്ലെ. ആംബുലൻസ് സർവീസിന്റെ സഹായത്തോടുകൂടി എളുപ്പത്തിൽ മറ്റൊരു ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ട ആവശ്യകതയുള്ളൂ. അവിടെ സാധാരണ രീതിയിലുള്ള അഡിക്കേറ്റ് ആയിട്ടുള്ള സ്റ്റാഫ് അല്ലെ, അവിടെ മതിയായ സ്റ്റാഫ് എന്നൊക്കെ പറയുമ്പോൾ ഡ്രൈവറും അവരെ അക്കമ്പനി ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ് ചെറുതായിട്ടുള്ള മോണിറ്ററിംഗ് ഡിവൈസ്, ഇങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കാര്യങ്ങളൊന്നും അവിടെ ആ ഒരു ആംബുലൻസ് സർവീസിൽ ഉണ്ടാവുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അല്ലെ, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. കാരണം അധികം എന്താണ് രോഗി നില വഷളായ പേഷ്യന്റ് അല്ലാത്ത രോഗികളെയാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് വഴി ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, എന്താണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഇച്ചിരി കൂടി കെയർഫുൾ ആണ് അല്ലെ. These ambulances can provide modern life support service like endotracheal intubation, cardiac monitoring, defibrillation, administration of intravenous fluids or vasopressors. These are adequately staffed and made ready for shifting patients with life-threatening conditions. അതായത് നമുക്കറിയാം അവിടെ മതിയായ കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടാണ് പോകുന്നത് അല്ലെ. നമ്മൾ നേരത്തെ കണ്ട എൻഡോട്രാക്കൽ ഇൻഡിബേഷൻ ഒക്കെയുള്ള രോഗികളാണ്. എന്താണ് എൻഡോട്രാക്കൽ ഇൻഡിബേഷൻ എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലായി. എന്താ പറയുന്നത്? അവർക്ക്
സ്വയം ശ്വാസം എടുക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ? സാധിക്കില്ല അല്ലെ. അവിടെ ജീവൻ ഇച്ചിരി കൂടി അപകടം ഉള്ള പേഷ്യൻസ് ആണ് അല്ലെ. അവിടെ ട്യൂബിന്റെ എൻഡോട്രാക്കൽ ഇൻക്യുബേഷന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവര് എന്താണ് ശ്വാസമൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് തീർച്ചയായിട്ടും എന്താണ് അവര് കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് തന്നെയാണ് കൊണ്ടുപോകേണ്ടത് അല്ലെ. കാർഡിയക് മോണിറ്ററിംഗ് എന്നൊക്കെ പറയുമ്പോൾ ബെർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അതിന്റെ സജ്ജീകരണത്തോട് കൂടിയിട്ടുള്ള മോണിറ്ററിംഗ് മെഷീൻസ് അവിടെ ആവശ്യമാണ്. ഡിഫിബ്രിലേഷൻ ആൻഡ് ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ജീവൻ അപകടാവസ്ഥയില് അല്ലെ ആവാനായിട്ടുള്ള സാധ്യത, ഹൃദയമിടിപ്പൊക്കെ ക്രമക്കേട് വരാനായിട്ടുള്ള സാധ്യതയുള്ള മെഷീൻസ് അല്ലെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ അവിടെ എന്താണ് ഡിഫിബ്രിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് ഹൃദയമിടിപ്പൊക്കെ യഥാർത്ഥ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് വൈദ്യുത പ്രവാഹത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവർക്ക് എന്താണ് ഹൃദയമിടിപ്പ് തരണം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലുള്ള മെഷീന്റെ പേരാണ് ഡിഫിബ്രിലേഷൻ. ഡിഫിബ്രിലേറ്റർ എന്നാണ് ആ മെഷീന്റെ പേര്. അതായത് നമ്മള് എന്താണ് COP അല്ലെ, നമുക്ക് ശ്വാസമൊക്കെ നിലച്ചു പോകുന്ന CPR കൊടുക്കും അല്ലെ. അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ CPR കൊടുക്കുന്നതൊക്കെ. അതായത് നമ്മൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ CPR കൊടുക്കും. അപ്പൊ അതേസമയം ആംബുലൻസിലൊക്കെ നമുക്കറിയാം ഇങ്ങനത്തെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ CPR പകരം തന്നെ ഡിഫിബ്രിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് അതാണ് അവിടെ വൈദ്യുത പ്രവാഹത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് അവര് അല്ലെ അത് നെഞ്ചിനോട് ചേർത്ത് അതിനോട് ചേർത്ത് തന്നെ അവിടെ വയ്ക്കുമ്പോൾ ഒരു ജർപ്പിംഗ് അല്ലെ അത് വരുമ്പോൾ അവർക്ക് ഞരമ്പ് കൂടുതൽ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹൃദയമിടിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ദെൻ അവർക്ക് അല്ലെ അവിടെ മോണിറ്റർ ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ അവർക്ക് രോഗിക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് കൊടുത്ത് പിന്നെ രോഗിയുടെ നില വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള മെഷീൻ എല്ലാം എന്താണ് ഈ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിലും ഉണ്ടായിരിക്കും. ഇതിനെന്താ പറയുന്നത് ഡിഫിബ്രിലേഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ് ഓർ വാസോപ്രസേഴ്സ്. എന്താണ് വാസോപ്രസേഴ്സ് എന്ന് പറയുന്നത്? അതായത് കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ളവരില് എന്താണ് രക്തക്കുഴലുകളൊക്കെ ചുരുങ്ങുകയോ അല്ലെങ്കിൽ അല്ലെ എന്തെങ്കിലും ആ കുഴലിന് സങ്കോചാവസ്ഥകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ആ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെ ഇത്തരത്തിലുള്ള മരുന്നുകൾ അല്ലെ വാസോപ്രസിൻ പോലെയുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ആ ഞരമ്പുകളൊക്കെ കുറച്ചും കൂടി അല്ലെ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമായിട്ടുള്ള ഇത് നേടിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള രീതികൾ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രക്തസമ്മർദ്ദമുള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ട് വാസോപ്രസേഴ്സ് ഒക്കെ കരുതി വെച്ചിട്ടാണ് പേഷ്യൻസിനെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നത്. These are adequately staffed and made ready for shifting patients with life-threatening conditions. അവിടെ രോഗി നില വഷളാവുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സും ആഡിക്കേറ്റ് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാഫിന്റെയും കൂടി സഹായത്തോട് കൂടിയിട്ടാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ അത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് സർവീസ് എന്ന് നമ്മൾ പറയും. ഓക്കെയാണോ? ഓക്കെ, അപ്പൊ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്താണെന്നുള്ളത് മനസ്സിലായി. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അല്ലെ കരുതലോട് കൂടിയിട്ടാണ് പലതരത്തിലുള്ള എക്യുപ്മെന്റ്സും അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഒക്കെ കൂടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാനുള്ളത് MICU ആണ്. അവിടെ MICU എന്ന് പറയുമ്പോൾ എന്താണ്? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ. അത് നമ്മൾ കണ്ടു അല്ലെ. MICU നമ്മൾ കണ്ടു, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള യൂണിറ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള സർവീസ് ആണെങ്കിൽ ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസ് which all the equipment and the staff to transfer patients who are critically ill. Okay, patient എന്താണ് നമുക്കറിയാം രോഗനില വളരെ വഷളായിട്ടുള്ള പേഷ്യന്റ് ആണ്. അപ്പൊ എന്താണ് അവിടെ സ്പെഷ്യലൈസ്ഡ് കെയർ അല്ലെ കിട്ടേണ്ട ആവശ്യകത രോഗിക്കുണ്ട്. ആൻഡ് ആർ യൂഷ്വലി യൂസ്ഡ് ഇൻ എ കോമ്പിനേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് ഡ്രൈവൺ ടീം ഇൻ എ ഫ്യൂ ഡെവലപ്ഡ് കൺട്രീസ്.
അതായത് നമുക്കറിയാം എല്ലാ എക്യുപ്മെന്റ്സും ആ രോഗിക്ക് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള മോണിറ്റർ ചെയ്യുന്ന മെഷീൻസും അല്ലാതെ അതേപോലെ തന്നെ ഈ രോഗിക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സോടും കൂടിയിട്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ടീമായിട്ട് അല്ലെ ഡോക്ടേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നഴ്സുമാരുണ്ടാവും. അങ്ങനെ ഒരു ടീം വർക്ക് ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് സർവീസ് കൊടുക്കുകയാണെങ്കിൽ അത് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലുമായി. ഓക്കെ, സാധാരണയായിട്ട് നമുക്കറിയാം നമ്മളുടെ ഭാഗങ്ങളിലൊക്കെ ഈ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കാണുന്നത് ദുരിതാശ്വാസ അല്ലെ കേന്ദ്രങ്ങളിലൊക്കെ ഈ ഒരു യൂണിറ്റ് ചെന്നായിരിക്കും അവർക്കൊക്കെ സ്പെഷ്യൽ അല്ലെ പെട്ടെന്ന് അതിലുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ചില നാടുകളിലെ വികസിത രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം വലിയ വലിയ വ്യക്തികളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് ഇത്രയും യൂണിറ്റോട് കൂടിയിട്ട് ഒരു സ്പെഷ്യൽ കെയർ ഒരു റിട്രൈവർ ടീമോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന്റെ ആ സ്വാധീന ശക്തിയും അല്ലെ അതൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് അത്രയും കെയറോട് കൂടിയിട്ടായിരിക്കും ഈ പേഴ്സണൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളൊക്കെയാണോ? ഓക്കെ, നമുക്ക് ഒരു ഇതും കൂടിയുണ്ട്, എയർ ട്രാൻസ്പോർട്ട് ആണ്. വായിച്ചു നോക്കേണ്ടതുണ്ടെങ്കിൽ വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും എന്തെങ്കിലുമൊക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോകാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വായിച്ചു നോക്കി പോകാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ ലൈഫ് സപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ആംബുലൻസുകളാണ് അല്ലെ, ഇങ്ങനെ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണോ, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണോ, ഇങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ടി വരിക്കാവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി തന്നെ പോവുക അല്ലെ. ലൈഫ് ത്രെട്ടണിംഗ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കെയറോട് കൂടിയിട്ടുള്ള ആംബുലൻസ് സർവീസ് ആയിരിക്കും ആവശ്യമായിട്ട് വരിക. അല്ലെങ്കിൽ വിത്തൗട്ട് ലൈഫ് ത്രെട്ടണിംഗ് ആണ് എന്ന് നമുക്കറിയാം, അവർക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആയാലും മതി അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ാണോ? ാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും ഒരു ഭാഗം കൂടി ജസ്റ്റ് എടുക്കാം. എയർ ട്രാൻസ്പോർട്ടും കൂടി എന്ന് പറഞ്ഞു നിർത്താം. ഓക്കെ, എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ദ യൂസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് ഹാസ് ബീൻ ഇൻക്രീസിംഗ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് because of advantages of a swift transport by including specialized medical care. നമുക്കറിയാം എയർ ട്രാൻസ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രധാനമായിട്ടൊരു കാര്യം വ്യക്തമാണ്, സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട് അല്ലെ. പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും, രോഗിക്ക് അധികം സമയം എടുക്കാതെ തന്നെ കൃത്യമായിട്ട് ഫെസിലിറ്റിയുള്ള പ്ലേസിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് അതുകൊണ്ട് തന്നെ ഓക്കെ ഫസ്റ്റ് ആയിട്ട് തന്നെ എത്താനായിട്ട് ഓക്കെ ദ യൂസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് ഹാസ് ബീൻ ഇൻക്രീസിംഗ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെ. അത് വികസിത രാജ്യങ്ങളൊക്കെ ആവുമ്പോൾ ഇത് കൂടി വരുന്നു. കാരണം എത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല എന്താണ് ഫിനാൻഷ്യലി നല്ല സൗണ്ട് ഉള്ളവരൊക്കെ എന്തായാലും എയർ ട്രാൻസ്പോർട്ടിന്റെ ഫെസിലിറ്റി തന്നെയായിരിക്കും തേടുന്നത്. അവർക്ക് എളുപ്പത്തിൽ രോഗിയെ എത്തേണ്ടോടത്ത് എത്തിക്കാനായിട്ട് സാധിക്കും. There has been an improved prognosis of patients with trauma, severe myocardial infarction and severe stroke owing to rapid provision of suitable medical care by the use of air transport. ഓക്കെ, നമുക്കറിയാം ഒരു സ്ട്രോക്ക് പേഷ്യന്റ് എന്നൊക്കെ പറയുമ്പോൾ അതല്ലെങ്കിൽ പെട്ടെന്ന് അല്ലെ അറ്റാക്ക് വരാനായിട്ടുള്ള സാധ്യതയുള്ള പേഷ്യന്റ് എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് തന്നെ ആ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അല്ലെ. വിത്തിൻ ദ ടൈമിനുള്ളിൽ എത്തിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ രോഗിക്ക് അല്ലെ അറ്റാക്ക് വന്നുള്ള രോഗി വഷളാകുന്ന ഒരു കണ്ടീഷൻ ആവുന്നില്ല, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന ഒരുപാടൊക്കെ തളർന്നു പോകുന്ന ആ ഒരു സ്റ്റേജസിലേക്ക് ഒന്നും എത്തില്ല അല്ലെ. കൃത്യമായിട്ട് തന്നെ എത്തേണ്ട സമയത്ത് എത്തിക്കുകയാണെങ്കിൽ അല്ലെ, അങ്ങനെയല്ലേ. സ്ട്രോക്ക് ഒക്കെ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ വിതിൻ ദ ടൈമിനുള്ളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് മെഡിസിൻസ് ഒക്കെ ഇൻജെക്ട് ചെയ്ത് അല്ലെ അവർക്ക് വലിയ പ്രശ്നമില്ലാതെ തളർച്ചയിൽ നിന്നൊക്കെ റിമൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അല്ലെ ഇത്തരത്തിലുള്ള രോഗാവസ്ഥയിലുള്ള പേഷ്യൻസിനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
എന്താണ് എയർ ട്രാൻസ്പോർട്ടിന്റെ ആ ഒരു ഫെസിലിറ്റി ചെയ്തത്. There has been an improved prognosis of patients with the trauma. അവര് എന്താണ് ട്രോമ സ്റ്റേജ് കോമ സ്റ്റേജിലേക്ക് പോകും, അല്ലെങ്കിൽ വളരെ അതികഠിനമായിട്ടുള്ള മൈക്രോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്ന പേഷ്യൻസ് ഒക്കെ പെട്ടെന്ന് അല്ലെ റാപ്പിഡ് പ്രൊവിഷൻ, അവർക്ക് പെട്ടെന്നുള്ള ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് അവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലെ. സൂട്ടബിൾ മെഡിക്കൽ കെയർ ഏതാണോ അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് എയർവേ അല്ലെ, എയർവേ വഴി, അതായത് എയർ ട്രാൻസ്പോർട്ട് വഴിയായിട്ടാണ് ആ രോഗിയെ എത്തിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി നമുക്ക് ഈ ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സുകൊണ്ട് അപ്പൊ നമുക്ക് തീർക്കാൻ സാധിക്കും. ഇനി അടുത്തതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചു നോക്കിയോ? ഓക്കെയാണോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയറാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you. Thank you.